ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഒരു എലമെൻറ്റ് തന്നാൽ അതിനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് അവസാനിപ്പിക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെ ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഷോർട്ടസ്റ്റ് ഫോമിലാക്കാം എന്നുള്ളതിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. എങ്ങനെ ഇത്തരത്തിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഷോർട്ടാക്കി എഴുതാമെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ടസ്റ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോബൽ ഗ്യാസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഹയർ അറ്റോമിക് നമ്പറുള്ള ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നോബൽ ഗ്യാസിൻ്റെ സിമ്പൽ യൂസ് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു സിമ്പൽ ഇടാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇപ്പോൾ സബ്ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം ഈ നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ, അതായത് ഹീലിയം എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഇപ്പം അതുപോലെ തന്നെ നിയോണിൻ്റെത് 10 ആണ്, ആർഗണിൻ്റെ 18 ആണെന്നൊക്കെ അറിയാം. ഇപ്പം ഈ 18ൻ്റെ മേലുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആർഗണിൻ്റെ ഈ സിമ്പൽ എഴുതിയതിന് ശേഷം അതിന് ശേഷമുള്ള ഇലക്ട്രോൺസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ ഒരുപാട് ടൈം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരത്തിൽ എഴുതുമ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ട് ഓരോന്നിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ആ ടേബിൾ എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണിത്, ടേബിൾ 1.7. അപ്പോൾ ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? സ്കാൻഡിയത്തിൻ്റെത് ഓൾറെഡി ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. അതായത് ഈ സ്കാൻഡിയത്തിനേക്കാളും ഒരു ഇലക്ട്രോൺ കുറവാണ് ഈ ഒരു കാൽസ്യത്തിന്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ഈ ഡി ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കാൽസ്യത്തിൻ്റെ കേസിലുണ്ടാവില്ല. ആർഗണിൻ്റെ ഈ ഒരു സിമ്പിൾ എഴുതുക, അതിനുശേഷം 4s2 മാത്രമാണ് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ എന്താണ് 12 ആണ് വരുന്നത്. അപ്പോൾ നിയോൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസിൻ്റെത് എത്രയാണ്? 10 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ? ഇങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? അതായത് നമ്മളിപ്പം പറഞ്ഞു കാൽസ്യത്തിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാഗ്നീഷ്യത്തിൻ്റെ ചെറിയൊരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നിയോൺ എന്ന് പറഞ്ഞ നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ 10 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ഇലക്ട്രോൺസ് കൂടിയുള്ളത്. അപ്പോൾ അതെന്താണ്? അത് അടുത്ത ഷെല്ലിലേക്കാണ് പോവുക. അടുത്ത ഷെല്ലെന്ന് പറയുമ്പോൾ അതെന്താണ്? എം ഷെല്ലിൻ്റെ സബ്ഷെല്ലാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എസ്സിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? എസ്സിൽ ഫില്ല് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. ഇനി കൊബാൾട്ടിൻ്റെത് 27 ആണ് വരുന്നത്. കൊബാൾട്ടിൻ്റെ കേസിൽ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ഈ ഒരു ആർഗൺ എഴുതി, ആർഗണിൻ്റെത് 18 ആണ്. അതിൻ്റെ ശേഷം നമ്മൾ ഈ എസ്സിൽ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെയാണ് 3Dയിലേക്ക് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനർജി ലെവൽ, അതായത് ഈ 4sനെ അപേക്ഷിച്ചിട്ട് 3Dക്കാണ് എനർജി കൂടുതൽ. അതുകൊണ്ടാണ് 4sൽ ഫില്ല് ചെയ്തതിന് ശേഷം 3Dയിലേക്ക് പോകുന്നത്. അപ്പോൾ സിങ്കിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 30 ആണ് വരുന്നത്. ആർഗണിന് 18 എന്നുള്ള ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് പകരം നമ്മൾ ആർഗണിനെ ഇതുപോലെ ബ്രാക്കറ്റിൽ എഴുതി അതിനുശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. അതായത് നമ്മൾ ഇവിടെ 18 ആയി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എത്രയാണ്? 10 ഇലക്ട്രോൺസും കൂടി ഫില്ല് ചെയ്യണം. അപ്പോൾ അടുത്തത് എവിടത്തേക്കാണ് പോവുക? 4sലേക്ക് പോവും. 4sൽ 2 ഫില്ല് ചെയ്തതിന് ശേഷം 3Dയിലേക്ക് ബാക്കി പോവും. അങ്ങനെ ഇതെന്തായി? ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് മാറി.
ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് അധികം എക്സാമിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 9 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അതിൽ 4th ടോപ്പിക്കാണിത്. ആദ്യത്തെ ടോപ്പിക്ക് എന്തായിരുന്നു? ഷെൽസിനെ പറ്റി പഠിച്ചു. അത് സബ് ഷെൽസിനെ പറ്റിയും പഠിച്ചു. പിന്നെ ആ സബ് ഷെൽസിൽ ഓരോന്നിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്, എത്ര ഇലക്ട്രോൺസിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചു. അതിനുശേഷം അതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും പെക്കുലാരിറ്റിയാണ് പഠിക്കുന്നത്. അതായത് അതിൻ്റെ പ്രത്യേകത, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 4s കൊടുത്തതിൻ്റെ ശേഷം, അതായത് 4s ഇലക്ട്രോൺസ് അക്കമഡേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് 3Dയിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ Dയിൽ ഫില്ല് ചെയ്തതിൻ്റെ ശേഷമാണ് 4sലേക്ക് പോകുന്നുള്ളൂ. അതാണ് ഈ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഈ 2 എലമെൻറ്റ്സിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഈ 2 എലമെൻറ്റ്സിനും കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. അതായത് ഇതെങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമെന്നൊക്കെ അറിയില്ലേ? ഇത് 24 ആണ്. ഇത് വേണമെങ്കിൽ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർഗൺ എഴുതിയതിന് ശേഷം ബാക്കിയുള്ളത് എഴുതിയാൽ മതി. അപ്പം ആർഗൺ എഴുതുന്ന സമയത്ത് എവിടം വരെയാണ് ഇപ്പോൾ ഇതെന്താണ് 10. ഇപ്പോൾ ഇവിടം വരെ ആർഗൺ ആയിരിക്കും. ആർഗൺ കഴിഞ്ഞാൽ പിന്നെ 3d5 4s1 ആയിരിക്കും. ഇവിടെ എന്താണ്, ആർഗൺ കഴിഞ്ഞാൽ 3d10 4s1 ആണ് വരിക. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാത്തവർ മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഓരോ ഭാഗവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇതെങ്ങനെയാണെന്നുള്ളത്? അതായത് നിങ്ങൾ ജസ്റ്റ് ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഈ 4s സാധാരണഗതിയിൽ നമ്മൾ 4s ഇലക്ട്രോൺസിന് അക്കമഡേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് 3Dയിലേക്ക് കൊടുക്കുക. എന്നാൽ ഈ ഒരു കേസിൽ നമ്മൾ 3Dയിൽ കൊടുത്തതിൻ്റെ ശേഷം, അതായത് ഇപ്പോൾ ഈ ഒരു 3Dയിൽ ഹാഫ് ഫില്ലായതിന് ശേഷമാണ് ഈ 4sലേക്ക് കൊടുക്കുന്നത്. ഇവിടെ ടോട്ടലായിട്ട് കൊടുക്കൂല കേട്ടോ. അത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെബിലിറ്റി കൂടുതലാണ് ഈ ഒരു എലമെൻറ്റിന്. അതുകൊണ്ടാണ് ഈ ഒരു 3Dയിലേക്ക് കൊടുക്കുന്നത്. ഇവിടെയും എന്താണ്, ഇവിടെ ഈ 3D ഫില്ലായതിൻ്റെ ശേഷമാണ് 4sലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യം നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഡി ഷെല്ലിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡി ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആകുന്ന സമയത്ത് ബാക്കിയുള്ളതിന് അപേക്ഷിച്ചിട്ട് ഈ ഒരു എലമെൻറ്റിന് എന്തായിരിക്കും, ഏത് എലമെൻറ്റിനാണോ ഈ ഡി ഷെല്ലിലും ഹാഫ് ഫിൽഡ് അല്ലേ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുന്നത്, അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഈ ക്രോമിയം എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡും അതുപോലെ തന്നെ കോപ്പർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡുമാണ്. അപ്പോൾ ഇതിനെന്താണ്, ഗ്രേറ്റർ സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാവുക. ഈ ഒരു ഡി ഷെല്ലിൽ ഈ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുന്ന സമയത്ത് കൂടുതൽ സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഡി ഷെല്ലിൽ നമുക്ക് മാക്സിമം 10 ആണ് ഇതാക്കാൻ പറ്റുക. ഇപ്പോൾ ഡി ഷെല്ലിൽ ഹാഫായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഫില്ല് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും അതിന്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ആറ്റത്തിൻ്റെ ഉള്ളിൽ എത്ര ഷെൽസ് ഉണ്ട് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനിവിടെ 3 എന്ന് എഴുതിയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതിൻ്റെ സബ്ഷെൽ എന്ന് പറയുന്നത് 3 ആണെന്നുള്ള കാര്യം. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെല്ല്, സബ്ഷെല്ല് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷെല്ല്, അതായത് കെ ഷെല്ലിലെ സബ് ഷെല്ലാണ് എസ് ഷെല്ല് എന്ന് പറയുന്നത്. അവിടെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. അതാണ് ഈ 1s2 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് ഷെല്ലിൻ്റെ സബ് ഷെൽസ് ആണ് എസും പിയും എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഉള്ള ഈ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇത് നമ്മളെന്താ 2s2 2p6 എന്ന് പറയുമ്പോൾ ആ ഒരു ഷെല്ലും കംപ്ലീറ്റ് ആയി. പിന്നെ തേർഡ് ഷെല്ലിലേക്ക് വരുന്നത് 2 ഇലക്ട്രോൺസ്. അത് ഈ ഒരു തേർഡ് ഷെല്ലിൻ്റെ എസ് ഷെല്ലിൽ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു
ഫില്ലിംഗ് നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ എത്ര ഷെൽസാണ് ഇവിടെ ഉള്ളത്? 3s2 എന്ന് പറഞ്ഞാൽ ഈ 3 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷെൽ നമ്പറാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇതുപോലൊരു സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ എത്ര ഷെല്ലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പം ഈസി അല്ലേ? അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ജസ്റ്റ് നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക, ലാസ്റ്റ് ഏത് ഷെല്ലിലാണോ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ആ ഒരു ഷെല്ലിൽ, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ 2 ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കോൺസെപ്റ്റ് എന്താണ്? അതായത് ഇതൊക്കെ ഷെൽ നമ്പറാണ്. ഓരോ ഷെല്ലിലുള്ള സബ് ഷെൽസ് ഇത്രയൊക്കെയാണ്. അതായത് ഫസ്റ്റ് ഷെല്ലിലുള്ള സബ് ഷെൽ എസ് ആണ്, അതുപോലെ സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെൽസാണുള്ളത്, എസും പിയും. തേർഡിൽ 3 സബ് ഷെൽസ്, ഫോർത്തിൽ 4 സബ് ഷെൽസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ഷെല്ലിൻ്റെ സബ് ഷെൽസ് ഏതൊക്കെയെന്നുള്ളതാണ്. കെ ഷെല്ലിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത് 1s ആണ്. ഈ ഒരു എൽ ഷെല്ലിൻ്റെത് എന്ന് പറയുമ്പോൾ 2sഉം 2pയും വരും. ഈ എം ഷെല്ലിൻ്റെ നമുക്ക് തന്നിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാകുമ്പോൾ 3s ആണ് എം ഷെല്ലിൽ വരിക. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ലാസ്റ്റ് വരുന്നത് 3s ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ 3sലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? നമ്മൾ മനസ്സിലാക്കി ലാസ്റ്റ് ഇലക്ട്രോണ് ആഡ് ചെയ്യുന്ന സബ് ഷെൽ എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഓരോ സബ് ഷെല്ലിൻ്റെ, അതായത് ഓരോ ഷെല്ലിൻ്റെ സബ് ഷെൽസ് ഏതൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് എത്രയെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അതിന് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമുക്കറിയാവുന്നതാണ് എസ് ഷെല്ലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോൺസാണ് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ പി ഷെല്ലിൽ നമുക്ക് 6 ഇലക്ട്രോൺസ്. അപ്പോൾ ഓരോ ഷെല്ലിലും അക്കമഡേറ്റ് ചെയ്ത് ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടൂലേ? അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2, 4, 10, 12. അപ്പോൾ 12 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ്. അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? 12 ആണ് വരിക. അതായത് നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിലേക്കാണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല. അടുത്തതായിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഷോർട്ടസ്റ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഫോമിനൊന്ന് ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. അത് എങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നത്? നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണെന്നറിയാം. അപ്പോൾ ആ 12 ആണെങ്കിൽ അതിന് മുമ്പുള്ള ഒരു നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? നിയോൺ. അപ്പോൾ ആ നിയോണിനെ നമ്മൾ ഇതുപോലെയുള്ള സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടതിൻ്റെ ശേഷം ബാക്കി വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആയതുകൊണ്ട് തന്നെ അതെന്താണ്? മഗ്നീഷ്യം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്താണോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്, അപ്പം നമുക്ക് അറ്റോമിക് നമ്പർ അറിയാമല്ലോ. അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോബിൾ ഗ്യാസ് നമുക്കറിയാമല്ലോ, ഹീലിയം, അതുപോലെ തന്നെ നിയോൺ, ആർഗൺ, ഇതൊക്കെ എന്താണ്? നോബിൾ ഗ്യാസസ് ആണ്. അപ്പം ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ 12 ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? നിയോൺ ആണ്. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ ബാക്കി വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നിയോൺ 3s2 എന്നതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബ്ലോക്സ്, പീരീഡ് ആൻഡ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ബ്ലോക്സ് നമുക്കറിയാലോ. ഈ ഒരു പാർട്ടാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെ ഡി ബ്ലോക്ക് എന്ന് പറയും. ഈ ഒരു പാർട്ടിനെയാണ് പി ബ്ലോക്ക്, ഇത് എഫ് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്സ് ആണ് ഉള്ളത്. ഒരു പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്സ് ആണുള്ളത്.
അതുപോലെ പീരീഡ് എന്താണ്, ഗ്രൂപ്പ് എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഈ മേലെ നിന്ന് താഴോട്ടേക്കുള്ളതാണ്. ഇതെന്താണ്, ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. ഇത് അങ്ങനെ ഓരോ ഗ്രൂപ്പാണ് ഈ മേലിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നത്. ഇതെന്താണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൻ്റെ തിയറി പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ബ്ലോക്കിലുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സ് ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് 4 ബ്ലോക്സിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് SPDF ബ്ലോക്കിലാണ് ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എസ് ബ്ലോക്കിലാണ് ഉണ്ടാവുക. അതുപോലെ 13 to 18 ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പി ബ്ലോക്കിലും 3 to 12 ഗ്രൂപ്പിലുള്ളത് ഡി ബ്ലോക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ്, ഈ ഒരു 1ഉം 2ഉം എന്ന് പറയുന്നത് ഇത് രണ്ടും എസ് ബ്ലോക്കാണ് വരുന്നത്. ഇവിടെ ഒരു ഹീലിയം എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, അതും എന്താണ്, എസ് ബ്ലോക്കിലാണ് വരുന്നത്. അപ്പോൾ ഹീലിയത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ഹീലിയം കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം. അത് എസ് ബ്ലോക്കിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു 1 to 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ് ബ്ലോക്കാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി 13 to ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും 13 to 18 എന്ന് പറയുന്നത് പി ബ്ലോക്കാണ്. 3 to 12 എന്ന് പറയുന്നത് ഡി ബ്ലോക്കും ആണ് വരുന്നത്. അപ്പോൾ ഈ 2 സെപ്പറേറ്റ് റോസാക്കി എഴുതിയിരിക്കുന്നതാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരിയോഡിക് ടേബിളിലെ ബ്ലോക്സ് ഏതൊക്കെയാണെന്നും അതിലുള്ള ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നും ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചു എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബോട്ടത്തിൽ പീരിയോഡിക് ടേബിളിൻ്റെ 2 സെപ്പറേറ്റ് റോസ് ആയിട്ടാണ് എഫ് ബ്ലോക്കിലുള്ള എലമെൻസിനെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പീരീഡ് നമ്പറില്ലേ, അതെന്ന് പറയുന്നത് ഷെൽ നമ്പർ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ആ ഒരു നമ്പറിൻ്റെ ഈക്വൽ ആയിരിക്കും പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം ലിഥിയം എടുക്കാം. ലിഥിയത്തിൻ്റെത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് എവിടെയാണ്, 2ഉം 1ഉം ആണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള അതിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 2 തന്നെയാണ് വരുന്നത്. മനസ്സിലായ? അതായത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ലിഥിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എവിടെയാണ്, സെക്കൻഡ് ഷെല്ലിലാണ്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുമോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 2 ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ഒരു ഹീലിയവും ചേർന്നതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു എസ് ബ്ലോക്കിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കാം. ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്ന സമയത്ത് ഇത് ഏതാണ് വരുന്നത്, ഇതെന്താണ് 10, 12, അതായത് മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് പോകുന്നത്. അപ്പോൾ അതെന്താണ്, ഗ്രൂപ്പ് 2ലാണ്. അപ്പോൾ മെഗ്നീഷ്യം നോക്ക്, ഗ്രൂപ്പ് 2ലല്ലേ ഉള്ളത്. അതുപോലെ ഈ ഒരു മെഗ്നീഷ്യത്തിൻ്റെ മുമ്പുള്ള സോഡിയം നമുക്ക് എടുക്കാം. സോഡിയം എടുത്ത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ആണ് പോകുന്നത്, ലാസ്റ്റ് 1 ഇലക്ട്രോൺ ആണ് പോകുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ വിൽ ബി ദ ഗ്രൂപ്പ് നമ്പർ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എസ് സബ് ഷെല്ലിൽ, അതനുസരിച്ച് ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് എസ് സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഗ്രൂപ്പ് 1ഉം, ഇപ്പോൾ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഗ്രൂപ്പ് 2ഉം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി പി ബ്ലോക്കിലുള്ള എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, 13 to 18 ആണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്താണ്, പി ഔട്ടർ മോസ്റ്റ് ഷെല്ല്, പിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് 6 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു 6 ഇലക്ട്രോണിനെ 12 കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിയോണിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഏതായിരിക്കും, 18 ആണ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് പിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത് അതിൻ്റെ കൂടെ ഈ ഒരു 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ആ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ, 3 to 12 ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്താൽ മതി, ഇപ്പോൾ നമുക്കൊരു ഡി ബ്ലോക്കിലെ എലമെൻ്റായ അയൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ സമയത്ത് നമ്മൾ ഈ ഒരു ഡിയിൽ 6 ഇലക്ട്രോൺസും അതുപോലെ എന്താണ് എസ്സിൽ 2 ഇലക്ട്രോൺസും ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, അപ്പോൾ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഈ ഇലക്ട്രോണിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഈ ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് 8 ഗ്രൂപ്പിലാണ് ഈ ഒരു അയൺ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഏതാണോ എലമെൻറ്റ്, അപ്പോൾ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ തരും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഈ ഡി ഷെല്ലിൽ അതുപോലെ തന്നെ എസ് ഷെല്ലിലും എത്രയാണോ ഉള്ളത് അത് ആഡപ്പ് ചെയ്ത് കിട്ടുന്ന നമ്പറാണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് അയണിൻ്റെ എടുത്തു. അപ്പോൾ അയണിൻ്റെ എടുത്ത സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയത്, ഇവിടെ ഈ ഒരു എസ് ഷെല്ലിൽ 2ഉം ഡി ഷെല്ലിൽ 6ഉം ആണുള്ളത്. അപ്പോൾ 6 + 2 എന്ന് പറയുന്നത് 8. അപ്പോൾ 8 ഗ്രൂപ്പിലാണ് ഈ ഒരു അയൺ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്ലോക്കിലുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളാണിത്. ഈ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു എലമെൻറ്റിന് ഇത് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൽ നിന്ന് അറ്റോമിക് നമ്പർ എഴുതുന്നത്, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, ഏത് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് ബ്ലോക്ക് എങ്ങനെ എഴുതാം എന്നതൊക്കെ, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്പർ തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഈ ഒരു നമ്പർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറായി. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. അതായത് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക, 1s2 2s1 വരിക. അപ്പോൾ ഈ എസ് സബ്ഷെല്ലിൽ എസ് ബ്ലോക്കിലാണ് വരിക. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് എസ്സിലാണ്, എസ് ബ്ലോക്കിലായതുകൊണ്ട് ആ ബ്ലോക്ക് ഏതാണ്, എസ് ആണ് വരിക. ഇനിയിപ്പോൾ ഈ ഒരു മഗ്നീഷ്യത്തിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്, 12 ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തത് എസ് സബ്ഷെല്ലിലാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ്, ആ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആണ്. ഇപ്പോൾ നമ്മൾ നൈട്രജൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എന്താണ് വരുന്നത്, 1s2 2s2 2p3 ആണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് പി ബ്ലോക്കിലാണ്. അപ്പോൾ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, പി ആണ് വരുന്നത്. ഇനിയിപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഡിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ അതെന്താണ്, ഡി ബ്ലോക്കിലാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്നും അതുപോലെ തന്നെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ടേബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അതായത് ലിഥിയത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് പോയിരിക്കുന്നത്, നമ്മൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എസ് സബ്ഷെല്ലിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏത് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്, പി സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്. അടുത്ത നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സബ്ഷെൽ ആൻഡ് ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ് ആൻഡ് ദ ബ്ലോക്ക് ടു വിച്ച് ദ എലമെൻറ്റ് ബിലോങ്സ്. അതായത് ഏത് ബ്ലോക്കിലാണ് ഈ ഒരു എലമെൻറ്റ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത്
അതുപോലെ തന്നെ സബ്ഷെല്ലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, സബ്ഷെൽ എന്ന് പറയുന്നത് ഏത് ഇലക്ട്രോണിനാണോ, അതായത് ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് ആ ഒരു ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന ആ സബ്ഷെല്ലാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്, ആ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ മനസ്സിലായാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അതായത് ഇപ്പോൾ ഏത് ഒരു ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഒരു സബ് ഷെല്ലിലേക്ക് പോകും. ആ സബ് ഷെല്ലിൽ ഏതാണോ അതായിരിക്കും ആ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോളോയിങ് എലമെൻറ്റ് ആൻഡ് ഫൈൻഡ് ദ ബ്ലോക്ക് വിച്ച് ദേ ബിലോങ്. അതായത് ഇവിടെ നമുക്ക് ഒരു ബെറിലിയം അയൺ ആർഗൺ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട്, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിൻ്റെ ശേഷം അത് ഏത് ബ്ലോക്കിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ബെറിലിയത്തിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്, ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. അപ്പോൾ 1s2 2s2 ആണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആയതുകൊണ്ട് തന്നെ അത് എസ് ബ്ലോക്കിലാണ് വരുന്നത്. ഇനി നമ്മൾ അയേണിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി ബ്ലോക്ക്, അതായത് ഡിയിലാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക്. ഇനിയിപ്പോൾ ആർഗണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പിയിലാണ്. അപ്പോൾ പി സബ്ഷെല്ലിലാണ് അത് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ്, ആ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് പി ബ്ലോക്കിലാണ് ബിലോങ് ചെയ്യുന്നത്.